അവർക്ക് പരിചയമുള്ള ലോകവും പരിചയമുള്ള മനുഷ്യരുമായി ആ നോവലിലെയോ കഥയിലെയോ അനുഭവങ്ങളെ ബന്ധപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പുതിയ ഉൾക്കാഴ്ചകൾ, ഇങ്ങനെ എഴുത്തുകാരും വായനക്കാരും ചേർന്നാണ് സാഹിത്യത്തെ മാത്രമല്ല സാഹിത്യ കൃതികളെപ്പോലും സൃഷ്ടിക്കുന്നത്. ഞാൻ സാഹിത്യ സിദ്ധാന്തങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. റൊളാൻഡ് ബാർത്തിനെ പോലുള്ള വലിയ ആളുകൾ അത് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒരു ബുക്കും ടെക്സ്റ്റും തമ്മിലുള്ള വ്യത്യാസമെന്ന്, പുസ്തകവും പാഠവും തമ്മിലുള്ള വ്യത്യാസമെന്ന്. ഓരോ കൃതിക്കും അനേകം പാഠങ്ങൾ ഉണ്ടാകുന്നത് വായനക്കാരുടെ പാരായണത്തിലൂടെയാണ്. ഓരോ വായനയും ഓരോ പുതിയ വായനയാണ്, പുതിയ കണ്ടെത്തലുകളാണ്. ആ രീതിയിൽ നാം എല്ലാം ചേർന്നാണ് സാഹിത്യത്തെ നിർമ്മിക്കുന്നത്. നോവലിനെ ആയാലും കവിതയായാലും നാടകത്തെ ആയാലും ഏത് സാഹിത്യ രൂപത്തെ ആയാലും വാസ്തവത്തിൽ കലാരൂപങ്ങളായാൽ പോലും ആത്യന്തികമായി ആസ്വദിക്കുന്നയാളും സൃഷ്ടിക്കുന്നയാളും ചേർന്നാണ് അവയെല്ലാം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ സങ്കല്പത്തിലെ വായനക്കാർ എന്ന ഒരു ചർച്ച ഈ ഉത്സവത്തിൽ നടക്കുന്നത്. എഴുത്തുകാർ, പ്രത്യേകിച്ചും പുതിയ ഒരുപാട് എഴുത്തുകാർ ആർക്കു വേണ്ടിയാണ് തങ്ങൾ എഴുതുന്നത്? എൻ്റെ സങ്കല്പത്തിലുള്ള ഈ വായനക്കാർ, പാഠകർ ആരാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ആ സെഷനിൽ, ആ ചർച്ചയിൽ ചെയ്യുന്നത്. ഞാനിതിൽ പങ്കാളികളുടെ പേരുകളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ബ്രോഷർ കിട്ടിയിട്ടുണ്ടാകും അഥവാ കിട്ടും. മറ്റൊരു ചർച്ച, വളരെ പ്രസക്തമായൊരു ചർച്ച, കവിതയും ഗാനവും എന്നതാണ്. പലപ്പോഴും അവ്യക്തമായ അതിർത്തികളുള്ള രണ്ട് മേഖലകളാണ് കവിതയും ഗാനവും. പാടുന്ന അത് ചലച്ചിത്ര ഗാനമാകാം, മറ്റ് ഗാനങ്ങളാകാം. ഈ പാട്ടും കവിതയും തമ്മിൽ എന്താണ് ബന്ധം? പ്രത്യേകിച്ചും ചലച്ചിത്ര ഗാനങ്ങളുമായി എന്താണ് ബന്ധം? അല്ലെങ്കിൽ അവ തമ്മിൽ എന്താണ് വ്യത്യാസം? അവ കണ്ടെത്താനുള്ള ഒരു ശ്രമം, എനിക്ക് എൻ്റെതായ ഉത്തരങ്ങളുണ്ട്. പക്ഷേ അവ കണ്ടെത്താനുള്ള കൂട്ടമായുള്ള ഒരു ശ്രമമാണ് കവിതയും ഗാനവും എന്ന ചർച്ചയിൽ നടക്കുക. മറ്റൊരു സുപ്രധാനമായ ചർച്ച ജനാധിപത്യവും ന്യൂനപക്ഷങ്ങളും എന്നതാണ്. ന്യൂനപക്ഷങ്ങൾ നിരന്തരമായി അടിച്ചമർത്തപ്പെടുകയും അവർ കൂടുതൽ വലിയ ന്യൂനപക്ഷങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നറിയാം. ഇന്ത്യൻ പൗരത്വം പോലും അനേകം മനുഷ്യരിൽ നിന്ന് എടുത്തു കളയപ്പെടുന്ന ഒരു കാലം. നാസി ക്യാമ്പുകൾ പോലുള്ള ക്യാമ്പുകളിലേക്ക് പൗരത്വമില്ലാത്തതിൻ്റെ പേരിൽ പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലുള്ള മനുഷ്യർ മാറ്റിത്തെളിക്കപ്പെടുന്ന ഒരു കാലം. ഇപ്പൊ ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ പാർശ്വവൽകൃതരുടെ പ്രശ്നങ്ങളെ ജനാധിപത്യവുമായി ചേർത്ത് ചർച്ച ചെയ്യുന്നതാണ് അത്. അതുപോലെ തന്നെ ഞാൻ എല്ലാത്തിനെ കുറിച്ചും വിശദീകരിക്കുന്നില്ല. സാഹിത്യ വിമർശനവും നവമാധ്യമങ്ങളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യമുണ്ട്. സവിശേഷമായി കുട്ടികളുടേതായ ഒരു സാഹിത്യ ശില്പശാലയുണ്ട്. അതിൽ പലതരത്തിലുള്ള പരിമിതികൾ, കാഴ്ചാ പരിമിതികളോ കേൾവിയുടെ പരിമിതികളോ ഒക്കെ ഉള്ള കുട്ടികൾക്ക് സവിശേഷമായ പ്രാധാന്യവും പങ്കാളിത്തവും ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. കവിതയെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. ഒപ്പം തന്നെ എന്താണ് പുതിയത് എന്ന വിശാലമായ ചോദ്യം ഉന്നയിക്കുന്ന ഒരു സെഷനുണ്ട്. സാഹിത്യത്തിൽ നാം പലപ്പോഴും പുതിയത്, ആധുനികം, അത്യാധുനികം, അത്യന്താധുനികം മുതലായ വാക്കുകളൊക്കെ അർത്ഥമറിഞ്ഞും അറിയാതെയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ശരിക്കും പുതിയത് എന്ന ഒരു അന്വേഷണം ആ തരത്തിലുള്ള ഒരു ചർച്ചയിൽ നടക്കുന്നു. അതുപോലെ കവിതയിലെ പുതിയ പ്രവണതകളെക്കുറിച്ചുള്ള മറ്റൊരു ചർച്ച ഇന്ത്യയിൽ നിന്ന് പുറത്തു നിന്ന് വന്ന കവികൾ പ്രധാനമായും നടത്തുന്നു. അതിൽ പാലസ്തീൻ കവിയായ അസ്മാ സൈസെ അവർ വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ഭുവൻ തപാലി, അമർ ആകാശ് എന്നിവർ, ടെൻസിൻ ഷ്യുവെൻറെ എന്ന വളരെ പ്രശസ്തനായ ടിബറ്റൻ കവി, ഇവർ ചേർന്നാണ് എന്താണ് കവിതയിൽ എന്താണ് പുതിയത് എന്ന് അന്വേഷിക്കുന്നത്. അതുപോലെ സത്യാനന്തര കാലത്തെ നിരൂപക ദൃഷ്ടിയെക്കുറിച്ച് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും അവരുടെ രണ്ടുപേരുടെയും പ്രസക്തിയും അവരുടെ ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംവാദത്തിന്റെ സാധ്യതയും അന്വേഷിക്കുന്ന ഒരു പ്രഭാഷണം
പ്രഭാഷണമുണ്ട്. തീവണ്ടിയുമായി ബന്ധപ്പെടുത്തി സാഹിത്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു സെഷനുണ്ട്. അതിൽ തീവണ്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് നമ്മൾ വൈശാഖ മാഷ് ഉൾപ്പെടെ, വൈശാഖ മാഷും ടി ഡി രാമകൃഷ്ണനും ശരിലാലും ഒക്കെ റെയിൽവേയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതേസമയം എഴുതുന്ന ആളുകൾ എങ്ങനെയാണ് രണ്ട് ജോലികളെ മാത്രമല്ല ഈ തീവണ്ടി എന്ന് പറയുന്ന വലിയൊരു മെറ്റഫറാണ്, വലിയൊരു രൂപകമാണ്. അനേകം മനുഷ്യരെ വഹിച്ചുകൊണ്ട് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയും ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്ക് കൊണ്ടുപോവുകയും ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ രൂപകമാണത്. ആ അർത്ഥത്തിൽ എങ്ങനെയാണ് തീവണ്ടി സാഹിത്യത്തിൽ പ്രവർത്തിക്കുന്നത്, കടന്നു വരുന്നത് എന്നന്വേഷിക്കുന്ന അപൂർവമായ രീതിയിലുള്ള ഒരു ചർച്ചയുണ്ട്. സാംസ്കാരികമായ പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കത്തെയും തുടർച്ചയെയും കുറിച്ചുള്ള മറ്റൊരു ചർച്ചയുണ്ട്. നമുക്കറിയാവുന്ന പോലെ സാഹിത്യത്തിന് പ്രാധാന്യം നൽകുന്ന അനേകം ആനുകാലികങ്ങളുണ്ട്. അവയെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരിക്കും അത്. കവിത വായനയുടെ 2 സെഷനുകളിൽ ഒരുപാട്, പ്രത്യേകിച്ചും പുതിയ കവികൾ പങ്കെടുക്കുന്നുണ്ട്. കഥയെ സംബന്ധിച്ച എഴുത്തനുഭവങ്ങൾ പല കഥാകൃത്തുക്കളും അവരുടെ ഓരോ കഥയും ചില കഥകൾ എങ്ങനെ ഉണ്ടായി എന്നത് പറയുന്നത് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ പങ്കിടുന്ന സെഷനുണ്ട്. രാഷ്ട്രീയം പറയേണ്ടേ സാഹിത്യം എന്ന അതിപ്രധാനമായ ഒരു സെഷനുണ്ട്. എങ്ങനെയാണ് സാഹിത്യത്തിലൂടെ രാഷ്ട്രീയം അവതരിപ്പിക്കാൻ കഴിയുക? കാരണം അത് പ്രത്യക്ഷമായ മുദ്രാവാക്യങ്ങളിലൂടെ ആകില്ല. മനുഷ്യ ബന്ധങ്ങളിൽ എങ്ങനെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് മറ്റൊരു സമൂഹത്തെ സ്വപ്നം കാണുന്ന എഴുത്തുകാർക്ക് ഒരു സമാന്തര സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുക മുതലായ ആഴമേറിയ അന്വേഷണങ്ങൾ നടക്കും. ദക്ഷിണേന്ത്യൻ കവിതയെക്കുറിച്ചും പെൺമയുടെ പുതുകാലത്തെക്കുറിച്ചും പല ഭാഷകളിലുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകളുണ്ട്. ഈ പല ഭാഷകളിലെ ജീവിതം അക്കാദമിയുടെ ആരംഭത്തിൽ നടത്തിയ ഒരു പ്രധാനപ്പെട്ട ചർച്ച കേരളത്തിലെ ഭാഷകൾ തമ്മിലുള്ള ഒരു സംവാദമായിരുന്നു. കാരണം ഇന്ത്യയെക്കുറിച്ച് നമ്മളൊരു ബഹുഭാഷ രാജ്യമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ നാം പലപ്പോഴും ആലോചിക്കാത്തൊരു കാര്യം കേരളവും ഒരു ബഹുഭാഷാ സംസ്ഥാനമാണ് എന്നാണ്. കാരണം ഇവിടെ കന്നഡയുണ്ട്, തുളുവുണ്ട്, ബാരയുണ്ട്, തമിഴുണ്ട്, അനേകം ഗോത്രഭാഷകളുണ്ട്. ഈ മലയാളം കൂടാതെ അനേകം മലയാളങ്ങളുണ്ട്. ഇവയെല്ലാം ചേർന്നതാണ്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ മാത്രമല്ല ഓരോ സംസ്ഥാനത്തിൻ്റെയും ബഹുസ്വരത, ബഹുഭാഷാത്വം ഉയർത്തിപ്പിടിക്കുക എന്നത് കൂടി അക്കാദമി ചെയ്യേണ്ടതുണ്ട് എന്ന ഉൾക്കാഴ്ചയിൽ നിന്നാണ് ആ തരത്തിലുള്ള ഒരു ചർച്ച മുമ്പ് നടന്നതും ഇപ്പോൾ പുതിയ രീതിയിൽ പല ഭാഷകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കാൻ പോകുന്നതും. ചരിത്രവുമായി ബന്ധപ്പെട്ട് ചരിത്രനിരാസം ഇവയെ ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർ സംസാരിക്കുന്ന സെഷനുകളുണ്ട്. കുട്ടികളും പൗരരാണ് എന്ന പേരിൽ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. മലയാള ആധുനികതയുടെ 50 വർഷങ്ങളിൽ വാസ്തവത്തിലെ എന്താണ് സംഭവിച്ചത്, എങ്ങനെ ഭാഷ മാറി, എങ്ങനെ ജീവിതം മാറി, എങ്ങനെ സാഹിത്യം മാറി എന്നുള്ള അന്വേഷണങ്ങളുണ്ട്. ഇന്ത്യൻ സാഹിത്യത്തിലെ മതേതരത്വ സങ്കല്പത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളുണ്ട്. ഛായാചിത്രങ്ങളിലൂടെ സാഹിത്യ ചരിത്രം എങ്ങനെ അവതരിപ്പിക്കാമെന്ന് ഈ എഴുത്തുകാരുടെ ഫോട്ടോകൾ എടുക്കുന്ന ആളുകൾ തന്നെ സംസാരിക്കുന്ന അതിസവിശേഷമായ ഒരു സെഷനുണ്ട്. വായനയുടെ മാറുന്ന വഴികളെക്കുറിച്ച്, നാടകവും സിനിമയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച്, ഗ്രന്ഥശാല പ്രസ്ഥാനത്തെക്കുറിച്ച്, പുതിയ വായനയുടെ പുതിയ കാലത്തെക്കുറിച്ച്, ചിത്രകലയുടെ പുതിയ രൂപങ്ങളെക്കുറിച്ച്, മാർക്സിസത്തിലേക്കുള്ള ഇന്ത്യൻ വഴി എന്താണ് എന്നുള്ള ഏറ്റവും നവീനവും പ്രധാനവുമായ ഒരു അന്വേഷണത്തെക്കുറിച്ച്, സാഹിത്യ മലയാളം എങ്ങനെ പരിണമിച്ചു പോകുന്നു എന്നതിനെക്കുറിച്ച്, ഇന്ത്യ എന്ന സങ്കല്പവും എങ്ങനെയാണ് അത് ഏകസ്വരമായി പോയത് എന്നതിനെക്കുറിച്ച്, വിവിധ നോവൽ സങ്കല്പങ്ങളെക്കുറിച്ച്, വിവർത്തനത്തെക്കുറിച്ച്, കവിതയുടെ പുതിയ ഗതികളെക്കുറിച്ച്, മാറുന്ന ആഖ്യാനങ്ങളെക്കുറിച്ച്, സമാന്തരമായ പ്രസാധനത്തെക്കുറിച്ച് എല്ലാമുള്ള വിശിഷ്ടമായ ചർച്ചകൾ, വളരെ പ്രധാനരായ ചിന്തകരും എഴുത്തുകാരും പങ്കെടുക്കുന്ന ചർച്ചകൾ ഈ ദിവസങ്ങളിൽ നടക്കും. അതോടൊപ്പം തന്നെ സായാഹ്നങ്ങളിൽ വളരെ പ്രധാനമായ രീതിയിലുള്ള കലാപരിപാടികളും സംഗീത പരിപാടികളും ഉണ്ടാകും. ഒരു ബാബുരാജ് സായാഹ്നമുണ്ട്, നാടൻ പാട്ടുകളുണ്ട്. അത് കൂടാതെ ഈ പാനൽ ചർച്ചകൾ കൂടാതെ 2 എഴുത്തുകാർ തമ്മിലുള്ള
4-5 സംഭാഷണങ്ങളുണ്ട്. എഴുത്തുകാർ മാത്രമല്ല, അതിൽ ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ആ തരത്തിലുള്ള അർത്ഥവത്തായ സംഭാഷണങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ നിശബ്ദമാക്കപ്പെടുന്ന സംഭാഷണങ്ങളെ സശബ്ദമാക്കുക, അല്ലെങ്കിൽ അവയ്ക്ക് വീണ്ടും ശബ്ദം തിരിച്ചു കൊടുക്കുക, നിലച്ചു പോകുന്ന സംവാദങ്ങളെ വീണ്ടും ഒഴുക്കി വിടുക, അടച്ചു കളഞ്ഞ ജനലുകളെയും വാതിലുകളെയും പ്രകാശം വരുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കുക. ഈ ലക്ഷ്യങ്ങളോടെയാണ് ഈ മുൻ സാഹിത്യോത്സവം എന്ന പോലെ ഈ സാഹിത്യോത്സവവും നടക്കുന്നത്. അപ്പോൾ ലക്ഷ്യങ്ങളുടെ കാര്യത്തിലോ ഗൗരവത്തിൻ്റെ കാര്യത്തിലോ യാതൊരു സന്ധിയും ചെയ്യാതെ തന്നെയാണ് ഈ സാഹിത്യോത്സവവും ഇവിടെ നടക്കുന്നത് എന്നതാണ് പ്രധാനം. ഞാൻ സൂചിപ്പിച്ച പോലെ എത്ര ദിവസം എത്ര സെഷൻ എന്നുള്ളതല്ല, എന്ത് നടക്കുന്നു, എന്ത് ചർച്ച ചെയ്യുന്നു, എത്ര ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നു എന്നതാണ് ആത്യന്തികമായി ഒരു സാഹിത്യോത്സവത്തിൻ്റെ പ്രാധാന്യം നിർണയിക്കുന്നത്. ആ രീതിയിലുള്ള ഗൗരവപൂർണമായൊരു സാഹിത്യ സംവാദത്തിൻ്റെ വരുന്ന 4 ദിവസങ്ങളിലേക്ക് നിങ്ങളെ മുഴുവൻ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഇവിടെ വന്ന എല്ലാ അതിഥികൾക്കും അതിഥികൾ അല്ലാത്ത അക്കാദമിയിൽ തന്നെ അംഗങ്ങളായവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വളരെ ചുരുങ്ങിയ തോതിൽ പറയാൻ ശ്രമിച്ച ഈ ഫെസ്റ്റിവൽ പരിപ്രേക്ഷ്യത്തെക്കുറിച്ചുള്ള വിവരണം അഥവാ ചർച്ച അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.